വിശേഷിച്ച് എന്തെങ്കിലും പണികളെല്ലാന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അന്ന് ഉറക്കം വരും കേട്ടോ. ഇന്നാണെന്നുള്ള നമ്മുടെ പള്ളിയിൽ അടുത്തുള്ള ഉസ്താദുമാർക്ക് ചിലവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ പറയേണ്ടതുമില്ല. അലാറം ഞാൻ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലാറം അടിക്കണതിന് മുന്നേ ഞാൻ ഉണർന്ന് നോക്കുക എന്താ എൻ്റെ അലാറം അടിക്കാത്തത്, ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ എന്ന് ഇങ്ങനെ വിചാരിക്കൂട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ഞാൻ ഫോണിൽ ഒറ്റ നോട്ടട. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത് നമുക്ക് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ ഉസ്താദന്മാർക്കുള്ള ചിലവാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ എൻ്റെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടുക്കളയിലോട്ട് എത്തിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഉസ്താദും വരുന്ന ഒരു കുട്ടിയുള്ളൂ കേട്ടോ. മറ്റുള്ള ഉസ്താദന്മാരും കുട്ടികളൊക്കെ പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ 2 പേർ കേട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ കിടക്കുമ്പോഴേ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് നോക്കിയപ്പോഴാണ് നല്ലോണം പൊതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഗ്രീൻ പീസ് കൊണ്ട് കറിയും പിന്നെ നൂൽപുട്ടും ആക്കാമെന്ന് വെച്ചു. അങ്ങനെ ഗ്രീൻ പീസ് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അത് മാത്രം 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ രാത്രിയൊക്കെ പിന്നെ ചിക്കൻ കൊണ്ടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കറിക്കുള്ള ഉള്ളിന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും പറഞ്ഞ് അതൊന്ന് ചൂടായതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് ഉള്ളിയിൽ അതൊന്ന് ഇട്ട് കൊടുത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. പിന്നെ അത് നല്ലോണം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം 2 തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റാൻ വേണ്ടി വെക്കുകയാണേ. പിന്നെ കറിക്കുള്ള തേങ്ങ ഇട്ട ചിരകുന്നത്. അങ്ങനെ തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 തണ്ട് ചപ്പും അതുപോലെ തന്നെ ഒരിത്തിരി വലിയ ജീരകം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരിത്തിരി വെള്ളവും ഒഴിച്ച് കൊടുത്ത് അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. അപ്പോഴേക്കും ഷിബിലി മോനക്ക് ഫിനിമോൾക്ക് മദ്രസയ്ക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഷിബിലി മോനെ വിളിച്ചെടുത്താൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉറക്കാൻ, എന്നാലും പിന്നെ മദ്രസ ഉണ്ടല്ലേ എങ്ങനെയായാലും എണീക്കൂട്ടെ. പിന്നെ ഫിനിമോളെയും വിളിച്ചെടുത്താണ്. അങ്ങനെ അവരെ വിളിച്ചെടുത്തിയോണ്ട് ഞാൻ പിന്നെ ഇത് വഴറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ, അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് വഴണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് എന്നിട്ട് അപ്പോഴേക്കും വിസിലടിച്ചും ചെയ്തു. അതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തോ. പിന്നെ അത് അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റ് ഉണ്ടല്ലേ അതിലും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തള വന്നതിന് അതൊന്ന് മൂടി വെച്ചു. അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടോ. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ഫിനിമോൾ എണീറ്റ് ബ്രഷ് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അവളെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഉസ്താദുമാരുടെ ചിലവായത് കൊണ്ട് തന്നെ അവളുടെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂണിഫോം ആട്ടോ ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പള്ളിയിലത്തെ മൊല്ലേരി കുട്ടി ഭക്ഷണത്തിന് വരുന്ന ടൈമും അതുപോലെ തന്നെ അവൾ സ്കൂൾക്ക് പോകുന്ന ടൈമും ഒരേ ടൈമിലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവളുടെ യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ഒരുക്കി കൊടുക്കാട്ടോ. എന്നാൽ പിന്നെ മൊല്ലേരി കുട്ടി വരുമ്പോൾ ചായ വെച്ച് കൊടുത്താൽ പോരെയെന്ന് വെച്ചാൽ അങ്ങനെ അത് അവളുടെയൊക്കെ കഴിഞ്ഞു കൊണ്ട് അവൾ പോയി. പിന്നെ നൂൽപൊട്ടിനുള്ള പൊടിയാണ് കേട്ടോ ഈ വാട്ടുന്നത്. അപ്പോഴേക്കും നമ്മൾ ഷിബിലി മോനും ഷാമോനും തൊട്ടോ പോണ്. ഷാമോന് പിന്നെ നമ്മൾ ഷിബിലി മോനെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവരും പോയതിന് ശേഷം ഞാനിത് പിന്നെ നൂൽപൊട്ടിനുള്ള പൊടി വാട്ടാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നല്ലോണം അതെന്ന് ചാമ്പി ഇങ്ങനെ എടുത്തു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ കാണുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ അവിടെ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെ നൂൽപൊട്ടൊക്കെ അത് നൂൽപൊട്ടിൻ്റെ പാത്രത്തിലേക്ക് അങ്ങനെ റെഡിയാക്കി എടുത്തു. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം വീശിക്കുമ്പോൾ വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഓഫാക്കി വെച്ചിരുന്നു. തിളച്ചപ്പോൾ പിന്നെ അത് ഓണാക്കിയിട്ട് വീണ്ടും നൂൽപൊട്ട് ഇട്ട് കൊടുത്തപ്പോൾ വീണ്ടും ഓണാക്കിയതാണേ. അപ്പോൾ ഉസ്താദിന് ആവുന്നതിനേക്കാളും ധൃതിയിട്ടുണ്ട് നമ്മളെ ഇക്കാക്ക് പോകാൻ. 6:45-7 മണിയാകുമ്പോഴേക്ക് ഇക്ക പോകും. അതാട്ട് പെട്ടെന്ന് ഈസി ആക്കുമ്പോൾ വെച്ച് മതിമ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവല്ലോ. പിന്നെ മോലിരുട്ടി വരുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഔട്ടിലെ ബെഞ്ചും തിണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്, ബേസണൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അത് എങ്ങനെയായാലും വന്നാൽ ചായ കുടിക്കാറുണ്ട്. ഇനി ഈ കുട്ടി എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. വരുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ബേസൺ കഴുകിയപ്പോൾ അവിടെ കുറച്ച് വെള്ളം താഴെ പോയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും അതേ നൂൽപൊട്ട് ഫസ്റ്റ് എത്തതായിട്ടുണ്ട്. ഇക്കതൊക്കെ ആദ്യം ആയത് കൊടുക്കാമല്ലോ എന്ന് വെച്ചോ. 2 ആളായിട്ട് ഉസ്താദന്മാരുള്ളൂ, പിന്നെ നമ്മളും ഉള്ളൂ. ആദ്യമായിട്ട് നൂൽപൊട്ടാക്കിയത്. ഈ നൂൽപൊട്ട് തന്നെ സമയം പിടിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണല്ലേ ഇത്. പിന്നെ ഇത് ഈ സീകോമലായാലും ഗ്യാസുമലായാലും ഇങ്ങനെ വെച്ചോണ്ട് പിന്നെ വേറെയുള്ള പണികൾ എടുക്കുക. അങ്ങനെ ഒരു മെച്ചം കൂടി ഉണ്ട് കേട്ടോ നൂൽപൊട്ടാകുമ്പോൾ. പിന്നെ അത് തീ പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അത് അവിടെ കിടന്ന് അങ്ങനെ ചൂടാവുമല്ലോ. അപ്പോൾ ഇന്ന് വേവുള്ള അരിയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വെക്കാൻ കേട്ടോ. ഏതായാലും ഗ്യാസ് മേലെ ഈ ചീക്ക് പോലൊക്കെ അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് അവിടെ കിടന്ന് അങ്ങനെ വേവുമല്ലോ.
അരിയാണെന്നുണ്ടെങ്കിലോ ഭയങ്കര വേവുമാണ് കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ ആക്കത്തിന് ആയിക്കോളും എന്ന് വെച്ചു. അങ്ങനത്തെ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഇത് അരി ഇട്ട് കൊടുത്തോ. അപ്പോഴേക്കും നൂൽപുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇത് എടുത്ത് വെച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പെട്ടെന്ന് ഈസി ആക്കുമ്പോൾ കാണട്ടെ വരിക. ഗ്യാസുമൊക്കെ ഞാൻ അത്ര പെട്ടെന്നൊന്നും പോകില്ല. ഇരുമ്പാകുമ്പോൾ എന്താ പറയുക പെട്ടെന്നാവും. പിന്നെ എന്താ ശ്രദ്ധ വേണം. ശ്രദ്ധ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഷിബിലുമോന് മദ്രസയിൽ നിന്ന് വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ചായ കുടിക്കുകയാണ്. അപ്പോഴേക്കും അത് ചായയും തിളച്ചോ. പിന്നെ അതെ മോരട്ടി വരുമ്പോഴേക്ക് പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ കേട്ടോ. കൂടുതൽ കച്ചറകളൊന്നുമില്ല, എന്നാലും ഉള്ളതൊന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ മുറ്റം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയും കൂടി കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പണികളുണ്ട്. പിന്നെ അതുമല്ല നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇന്ന് കുറച്ച് കൂടുതലും ആയിരിക്കും കേട്ടോ. കാരണം പിന്നെ ഉസ്താദിന് ചിലവുള്ള വീഡിയോ അല്ലേ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ അടിച്ച് വാരുന്നതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഷിബിലി മോൻ ഒരു ഒന്നൊന്നര കെട്ടിപ്പിടിച്ചാൽ അവൻ അങ്ങോട്ടാണ്ട് പോയിട്ടാ. പിന്നെ അതേ കുടിക്കാനുള്ള വെള്ളമാണ് ഈ വെച്ചത്. പിന്നെ അതേ ഞാൻ ടവലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ബേസിൻ്റെ അവിടെയുള്ള പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അടിച്ച് വാരാന്ന് വെച്ചിട്ട് അടിച്ച് വാരാനാണെങ്കിൽ ചൂലെടുത്തപ്പോഴേ കാണുന്നുണ്ടെങ്കിൽ മൂലയിട്ട് വന്ന് വെല്ലടിച്ചു ചെയ്തു കേട്ടോ. അപ്പോൾ ആ ചൂല് അവിടെ അങ്ങോട്ട് ഇട്ടു. മൂലയിട്ട് വരുമ്പോൾ ചൂല് കാണുന്നത് നല്ലതല്ലല്ലോ അല്ലേ. അങ്ങനത്തെ ഞാൻ മൂലയിട്ടിൻ്റെ അടുത്തുള്ള പാത്രമൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചുകൊണ്ട് ഞാനൊക്കെ ആദ്യം തന്നെ പാത്രങ്ങളൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മുടെ ചില ഭാഗങ്ങളിലൊന്നും വീഡിയോസ് എടുക്കുന്നിടത്ത് ക്ലാരിറ്റി കുറവാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലാഷ് കുറഞ്ഞിട്ടായിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ ധൃതിയിലാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കൂട്ടാനും അറിഞ്ഞു. അതുകൊണ്ടാട്ടോ നമ്മളുടെ ഈ അടുക്കളയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടാതെ ഒരു പണി നടക്കൂല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം ഷീറ്റ് ആയതുകൊണ്ട് വെളിച്ചം തീരെയില്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വെളിച്ചം കുറഞ്ഞത്. അപ്പോൾ ഫ്ലാഷ് കൂട്ടാൻ മറന്നതായിരുന്നു കേട്ടോ. അതിനുള്ള കാരണം അങ്ങനെ തന്നെ ഉസ്താദിനുള്ള മോലയുട്ടിക്കുള്ളത് പാത്രത്തിലാക്കി കൊടുത്തു. അപ്പോൾ മോലയുട്ടി വന്നപ്പോഴേ പറഞ്ഞത് എനിക്കുള്ളത് അതിലാക്കിയാൽ മതി എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ 2 പേർക്കുള്ളത് അതിലാക്കി കൊടുത്തു. അങ്ങനെ മോലയുട്ടി പോയി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫിനിമോളും വന്നിട്ടോ. ഞാൻ പറഞ്ഞില്ല 2 പേരും ഒരേ ടൈമിലാട്ടോ വന്ന്. ഇപ്പം ഞാൻ ഫിനിമോൾക്ക് ആദ്യം തന്നെ മാറ്റി കൊടുത്തതല്ല നന്നായത്. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉസ്താദ്മാരെ ചിലവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മദ്രസയ്ക്ക് പറഞ്ഞയക്കാറുള്ളത്. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എന്നും പരതിട്ടിട്ടല്ല പോവാറ്. നിങ്ങൾ കാണാറുണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 പേരും ഒരേ ടൈമിലായതുകൊണ്ട് പിന്നെ എനിക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. മുടി കെട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ സിമ്പിൾ കെട്ട് ഒക്കെ കെട്ടിയിട്ട് പോട്ടേന്ന് വെച്ചു. അങ്ങനെ അവൾ എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. പോവമ്മച്ചി വണ്ടി വരുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ ചോറും കൊടുക്കൊന്നും മാറ്റി വെച്ചുകൊണ്ടത് പോവാണ് കേട്ടോ അവളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കാണുന്നുണ്ടെങ്കിലോ കണ്ടില്ല ഞങ്ങൾ വണ്ടി വന്നോ. അവൾ വന്നിട്ട് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് 8ൻ്റെ പണി കിട്ടിയെന്നിട്ടാ. അപ്പോഴേക്ക് പിന്നെ വണ്ടി പോയിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കഥ പറയാണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് എക്സാമും കൂടിയല്ലേ. അപ്പോൾ പിന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് പിന്നെ ഞാൻ കൊണ്ടാക്കി കൊടുക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. കണ്ടില്ല ഞങ്ങൾ അടുക്കളൊക്കെ പരന്ന് കിടക്കണം. അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ചോറാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് അങ്ങനെ തിളക്കുന്നുണ്ട്. ഞാൻ എത്ര തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എത്ര വയ്യാന്നുണ്ടെങ്കിലും ഉസ്താദ്മാരെ ചിലവ് വരുമ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഏറ്റെടുക്കട്ടെ. അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതായില്ലേ. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ട് ഉപ്പേരി വെക്കട്ടെ. മമ്പയറും വഴുതനങ്ങയും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പം മമ്പയർ തരും ഒരിത്തിരി ഉപ്പും ഒരിത്തിരി വെള്ളവും ഒഴിച്ചുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു. അതവിടെ കിടന്ന് വേവട്ടെ എന്ന് വെച്ചിട്ട് കറിക്കുള്ളത് റെഡിയാക്കുകയാണ് കേട്ടോ. കറിക്ക് അപ്പോൾ 2 തക്കാളിയും 2 പച്ചമുളക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതിലൊന്ന് ആദ്യം തന്നെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണേ. പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചെറിയ പാത്രത്തിൽ കറിക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് വഴറ്റാൻ വേണ്ടിയിട്ട് വലിയ പാത്രത്തിലും വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഇത്തിരി വെളിച്ചെണ്ണയിലാണ് വഴറ്റി വെക്കുന്നത്. അപ്പോൾ ആ വേവിച്ചെടുത്ത തക്കാളിയും പച്ചമുളകും ഇല്ല അത് പിന്നെ ഈ വലിയ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുക വന്നതിന് ശേഷം എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും ചെറിയ പാത്രത്തിലും വെച്ചു. വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ വാവാളുള്ളത് മറ്റേലും വെച്ചു. അപ്പോഴേക്കത് നമ്മളെ ചോറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചൂട്ടടുപ്പത്ത് കുറച്ച് വെള്ളം എപ്പോഴും വെക്കാറില്ല കേട്ടോ. ആ വെള്ളം തന്നെ അതിൽ കുഴച്ച് കൊടുത്തിട്ട് അതൊന്ന് ഊറ്റി വെച്ചു. പിന്നെ ഏതായാലും നല്ല ചൂടുണ്ടല്ലോ അടുപ്പ്. അപ്പോൾ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിക്കുള്ളത് മമ്പയർ ഏതായാലും വേവുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങ നോക്കിയപ്പോഴാണ് ചിലതൊക്കെ കേടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇത്തിരി കടുകും കൂടി ഒന്നുകൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് പൊട്ടി തെറിച്ചതിന് ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു വള്ളിപുള്ളി വിടാതെയുള്ള ഉസ്താദ്മാരുടെ ഒരു ചിലവിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചുകൊണ്ട് പിന്നെ കറിക്കുള്ള തേങ്ങ ചിരകിയെടുക്കുകയാണേ. അപ്പോൾ ഇന്ന് ഉസ്താദും കുട്ടിയും മാത്രമല്ലേ ഉള്ളൂ. നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാം കുറേ ഇട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അവർക്ക് 2 പേർക്കുള്ളത് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ബിരിയാണി നമ്മുടെ പള്ളിയിൽ ബദറായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ പിന്നെ ആ ചോറ് നമുക്കുള്ളതുണ്ട്. അത് പിന്നെ ഉസ്താദ്മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അത് മതിയെന്ന് വെച്ചു. അങ്ങനെ തേങ്ങ ചിരകിന്ന് കുറച്ച് ആദ്യം തന്നെ ഉപ്പേരിക്കുള്ളത് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇടാനും മറന്നിരുന്നു. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വേവിച്ചെടുത്ത മമ്പയറുണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് തേങ്ങ ഉണ്ടായിരുന്നു. തേങ്ങയും പച്ചമുളകും ഒരു വെളുത്തുള്ളിൻ്റെ പിന്നെ പീസും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കണ്ടില്ലേ ഉപ്പേരി അങ്ങ് റെഡി ആയിട്ടോ. അപ്പോൾ എന്ന് ഉസ്താദ്മാരും പയറും കേബേജും അങ്ങനത്തെ എല്ലാം ഉപ്പേരി കൂട്ടി ഇന്ന് പിന്നെ ഇങ്ങനത്തെ ഒന്ന് ആയിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ പപ്പടത്തിനുള്ള ഓയിലാണ് കേട്ടോ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ചട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏതായാലും ഒരു വടിക്ക് എല്ലാം പോവട്ടെ എന്ന് വെച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. മാക്സിമം അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന്മേൽ തന്നെ വെക്കാൻ തുടങ്ങും. അല്ല തീ പിടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസി വെക്കുമ്പോൾ ഗ്യാസ് മേലക്കാണ്ട് വയ്ക്കൂട്ടാ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ പപ്പടം പൊരിക്കലും കഴിഞ്ഞു. അതിന് ശേഷം ചോറ് ഊറ്റിയെടുത്തിരുന്നല്ലോ അതങ്ങോട്ടാണ്ട് വെച്ചുട്ടാ. വെള്ളം ഒന്ന് വലിയട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്നാലും എത്ര കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയാവില്ലേ. അപ്പോഴേക്കും നമ്മളെ വെണ്ടക്കൊക്കെ നല്ലോണം വഴണ്ടിയിരുന്നു. എന്നിട്ട് ഗ്യാസ് ഒന്നാണ്ട് ഓണാക്കിയിട്ട് പിന്നെ തക്കാളി പച്ചമുളകും വെന്തതില്ല അതും കൂടി ഒഴിച്ച് കൊടുത്തു. തേങ്ങാ പേസ്റ്റും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അപ്പം നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ കറി പിന്നെ പാകത്തിനുള്ളൂ കേട്ടോ. ചോറ് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് അപ്പോഴേനും ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം കടുകും വേപ്പിലയും കൂടി അതിൽക്കൊന്ന് പൊട്ടിച്ച് കൊടുത്തു. അങ്ങനെ കറി റെഡിയായി. അപ്പോൾ പിന്നെ ഏതായാലും ഈ അടുപ്പത്തുള്ള പടികളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ. എന്നപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ നമുക്കുള്ള ബിരിയാണി ഉണ്ടായിരുന്നല്ലോ അതും തന്നെ ആ ഓയിലൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കിയിട്ട് നല്ലോണം കഴുകിയതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി ആ അടുപ്പത്ത് കിടന്ന് തന്നെ ചൂടായിക്കോട്ടെ എന്ന് വെച്ചത്. അപ്പോൾ ബിരിയാണീൻ്റെ പൊതിയാൾ ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ സ്പോട്ടിൽ കഴിക്കാറില്ല. കുറച്ച് മുമ്പ് തന്നെ ഞാൻ എടുത്ത് വെക്കൂട്ടോ. എന്നിട്ടാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനത്തെ പാത്രം കലകളും കഴിഞ്ഞതിന് ശേഷം മീൻ അയില കുട്ടികളാണ് കേട്ടോ കിട്ടിയത്. ഈ കങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ല മീനുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇതിലൂടെ പോകുന്ന ലൈനിൽ പോകുന്ന വണ്ടീൻ്റെ അടുത്ത് നിന്നാട്ടോ വാങ്ങിയത്. അപ്പോൾ പിന്നെ അയിലയാണ് ഉണ്ടായിരുന്നത് ഒരു നല്ല മീനായിട്ടിട്ട്. പിന്നെ അത് മതി എന്ന് വെച്ചു. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞു. പിന്നെ തുടക്കണം കേട്ടോ. ഞാൻ മോലിട്ട് വരുമ്പോഴേക്ക് സിറ്റ് ഔട്ടും ഡൈനിങ് ഹോളൊക്കെ ഒന്ന് തുടക്കണം എന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നടന്നില്ല കേട്ടോ. രാവിലത്തെ തിരക്കല്ലേ. പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളും ഒക്കെ ഉള്ളതല്ല. അപ്പോൾ ഇത് അതിൻ്റേതായ തിരക്കൊണ്ട് പിന്നെ അത് അങ്ങോട്ടൊന്നും എത്തിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും മോലേരിട്ടി പിന്നെ ഇവിടുന്ന് കഴിക്കണില്ല എന്നും പറഞ്ഞ് അതുകൊണ്ട് കഴിച്ചലായും ചെയ്തിട്ടെ. എന്നാലും അകത്ത് കച്ചറകളോ പൊടിയോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു വൃത്തിയിൽ കാണുമ്പോൾ അതൊരു വേറെ ഭംഗി തന്നെയല്ലേ. അങ്ങനത്തെ തുടക്കലും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് 12:03 കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാമേ? സൂപ്പറായോ? ഒക്കെ എഴുതിയോ? കൺഗ്രാറ്റുലേഷൻ, വെൽക്കം. എൻ്റെ പണിയും കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് നല്ലോണം കടയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് കടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ഫിനുമോൾ വന്നു. അവൾ വന്ന് കയറിയപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ മോലിയരുട്ടിയും വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എണീറ്റ് ഉസ്താദിനുള്ള പാത്രത്തുകളിലൊക്കെ ആക്കി കൊടുക്കാണ്ട് അപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് മോലിയരുട്ടി കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് പിന്നെ മോലിയരുട്ടിക്കുള്ളത് വിളമ്പാൻ വേണ്ടി റെഡി ആവുകയാണ്. എനിക്ക് ആ ശ്രദ്ധ എന്തോന്നാവട്ടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധ വിട്ടുപോയതാണ്. അങ്ങനത്തെ മോലിയരുട്ടിക്കുള്ളതൊക്കെ വിളമ്പുമ്പോൾ പിന്നെ ഫിനുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അവളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് വെച്ചോളൂ എന്ന് വിചാരിച്ചു. ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ പണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയായാലും നമുക്കൊരു സമാധാനമാണല്ലേ. അവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തേക്കാനും കൊണ്ടുവെക്കാനോ അവരുണ്ടാവില്ല. അപ്പോൾ ഒരു സമാധാനമല്ല. മറ്റേത് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു വയ്ക്കൂല. എനിക്കൊന്നും പ്രത്യേകിച്ച് വയ്ക്കൂല കേട്ടോ. ഇങ്ങനത്തെ പണികളൊന്നും നിന്നിട്ടുള്ള പണികളാണ് കേട്ടോ ചെയ്യാൻ വയ്യാത്തത്. അങ്ങനത്തെ ഉസ്താദ് മോലേട്ടിക്കുള്ളത് അങ്ങോട്ട് വെച്ച് കൊടുത്ത കേട്ടോ. അപ്പം നമ്മൾ സാധാ ചോറും കൂട്ടാനും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാത്രിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. അങ്ങനത്തെ ഉസ്താദിനുള്ളതും ഒക്കെ റെഡിയാക്കി കൊടുക്കണം.
കൊടുക്കുകയാണ്. അപ്പോൾ ആ കറി ഉണ്ടല്ലോ അത് മൊത്തം ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമുക്ക് ഏതായാലും ബിരിയാണി ഉണ്ടല്ലോ, അവർ അഥവാ ചോറ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ചിലവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത് നല്ലതല്ലേ. ഇവിടെ ദർസിലെ കുട്ടികൾക്ക് പിന്നെ ഓരോരോ വീടുകളിലാണ് കേട്ടോ ചിലവ്. പിന്നെ ഹിഫ്ദുൽ ഖുർആൻ അത് പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലും കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നാളുണ്ടാക്കിയ നാരങ്ങച്ചാറുണ്ടല്ലോ അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ എടുക്കാറുള്ളൂ. അപ്പോൾ ഏതായാലും അതിലൊരു അച്ചാറിൻ്റെ ഒരു പാത്രം കണ്ടപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ഇട്ട് കൊടുത്തതാണ്. ഞാൻ ഇനി ഇപ്പോഴൊന്നും ആ അച്ചാർ എടുക്കൂല കേട്ടോ. നല്ലോണം പൊടിച്ചതിന് ശേഷം എങ്ങനെയായാലും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ അച്ചാർ എടുക്കുള്ളൂ. ഇത് പിന്നെ ഒരു അത്യാവശ്യമായി വന്നപ്പോൾ എടുത്തതാണ്. ഫിനിമോളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ആ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, അത് അതിൽ കടന്നിട്ട് ഇങ്ങനെ അലിഞ്ഞിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് അറിയട്ടോ. അത് ഞാൻ ഇതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ അൽഹംദുലില്ലാഹ് ഉച്ചക്കത്തോ നല്ല റാഹത്തായി കഴിഞ്ഞു. മോലിയറൊട്ടിയും കഴിച്ചു. ഉസ്താദിനുള്ളത് അങ്ങനെ കൊണ്ടുപോവാണേ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിന് വരുവേണ്ടി എന്ന് പറഞ്ഞപ്പോൾ മോലിയിട്ട് പറയുന്നത് രാത്രിക്ക് വേണ്ട, അവർക്ക് ഒരു മൗലൂദുണ്ട് രാത്രിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലൊക്കെ തോന്നിട്ട. ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കാമെന്ന് വെച്ചതായിരുന്നു, ഇറച്ചി കൊണ്ടിക്കാന്നൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ എനിക്ക് എന്തോ പോലൊക്കെ തോന്നുക. അപ്പോൾ ഉച്ചയ്ക്ക് ഇറച്ചി കൊണ്ടിച്ചത് ഇല്ലേനും മീനാക്കിയാലും രാത്രിക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചല്ലേ. അപ്പോൾ ഇൻഷാല്ല ഏതായാലും ഇനി അടുത്ത ചിലവ് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ ഫിനിമോള് പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ഡൈനിങ് ഹാളിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും കഴിച്ചതിന് ശേഷം 3 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അടുക്കളയിലോട്ട്. അപ്പോൾ ഇത് വൈകുന്നേരത്തിനുള്ള ചായക്കുള്ള കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയതിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. മോളെ ഷിബിലി മോനെയാണെന്നുണ്ടെങ്കിൽ സ്കൂൾക്കും ട്യൂഷനും മദ്രസയ്ക്കൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു തിരക്ക് പിടിച്ച ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വേണ്ടേ, എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലുള്ള റഹ്മത്തും ബർക്കത്തും വേറെ അല്ലല്ലേ. അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതായില്ലല്ലേ. അങ്ങനെ അതേ ഉള്ളി നല്ലോണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു ഇത്തിരി ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് പിന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാണ്ട്. പിന്നെ ഇത് ചെറുതായിട്ട് വേപ്പിലയും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഇഞ്ചിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ 2-3-4 പച്ചമുളക് ഉണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം എരിവാണല്ലോ ഉള്ളിവട ആകുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാതിന് ഫിനിമോൾക്ക് എരിവില്ലാതെ എടുത്ത് വെക്കാറാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ എരിവൊന്നും നോ പ്രോബ്ലം കേട്ടോ, അവൾക്ക് എരിവൊക്കെ വേണം. അപ്പോൾ പിന്നെ മൊത്തമാണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതെ ഞാൻ ഉള്ളിവടക്ക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നു കേട്ടോ. ഉള്ളിവട ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഷിബിലി മോനെ ചോദിക്കുന്നു കേട്ടോ, ഉമ്മച്ചേ ചമ്മന്തി ഇല്ലേന്ന് ഒരൊറ്റ ചോദ്യം കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഒന്നുണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ തേങ്ങ ചെറുതായിട്ടൊന്ന് ചിരകിയെടുത്തു. പിന്നെ 2-3 തണ്ട് ചപ്പും 2-3 പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തു കേട്ടോ. ചമ്മന്തി ആകുമ്പോഴും പിന്നെ അത്യാവശ്യം എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. നോക്കിയപ്പോൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇത്തിരി സുർക്കയും കൂടി അങ്ങോട്ടാണ്ട് ഒഴിച്ച് കൊടുത്തു. ചമ്മന്തിയാണ്ട് ഉഷാറാക്കി എടുത്തു. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതൊക്കെ നല്ലോണം അതിലൊക്കെ വെള്ളം ഒന്ന് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കാൽ. ഇത് ഇനി ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. ആ ഉപ്പും ആ ഉള്ളിലത്തുള്ള വെള്ളം കൂടി ആയിട്ട് ലയിച്ചിട്ട് നല്ല ഒരു ഇത് കിട്ടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കാറില്ല. പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകവും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 കയ്യിൽ പിന്നെ മൈദയും അതുപോലെ തന്നെ ഒരു കയ്യിൽ സാധാ അരിപ്പൊടിയില്ല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുകയാണ്. കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി വെള്ളം ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഊറി വരും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിവടക്ക്. പിന്നെ ആ കട്ട് ചെയ്തെടുത്ത വേപ്പിലയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് ആദ്യം കുഴക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ നല്ലോണം നീറും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മാവ് കുഴച്ചതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് നീറൂലല്ല കൈ. കണ്ടില്ല നിങ്ങൾ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ നെഞ്ചിങ്ങനെ പിടയായിരുന്നു കേട്ടോ. ഞാൻ 3 മണിക്കാണ് കേട്ടോ അടുക്കളയിലേക്ക് ഇറങ്ങിയത്. കുറച്ച് നേരം കാലിന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ 3:50 ആകുമ്പോഴത്തേന് ബാങ്കും കൊടുക്കൂലേ. അപ്പോൾ എനിക്കിങ്ങനെ ബേജാറാവുമായിരുന്നു കേട്ടോ. മോലേലിട്ട് ഇപ്പോൾ വലിയെന്ന് വെച്ചപ്പോൾ അങ്ങപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലി മോനെ എത്തിയിട്ടാ. അവന് വരുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമായിട്ടാണ്. അവന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ അവന് കൂടും. ഇക്കാണെന്നുണ്ടെങ്കിൽ
വന്നിരുന്നു. പക്ഷേ ഇക്ക ഭയങ്കര ക്ഷീണിച്ചിട്ടായിട്ടാണ് വന്നിരുന്നത്. ഇപ്പം നല്ല വെയിലല്ലേ, അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വരണ്ട, കിടന്നോളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഷിബിലി മോന് പിന്നെ വന്നപ്പോഴേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഞാനാണെന്നുണ്ടെങ്കിൽ ചായ അതിൻ്റെ ഇടയിലൂടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായില്ല. അതിലൊരിത്തിരി പൊടി ഷിബിലി മോനെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഷിബിലി മോൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിവട അങ്ങനെ കിടന്ന് വേവുന്നു കേട്ടോ. എല്ലായിടത്തേക്കും വേണ്ടേ നമ്മൾ നോക്കുക. ആ ടൈം ഇങ്ങോട്ടാകുമ്പോൾ മോലിയിട്ട് വരുമ്പോഴേക്കും എങ്ങനെയായാലും സാധനങ്ങളൊക്കെ റെഡി ആവേണ്ട. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചടിപ്പ് കൂടില്ല. ഒരാളൊറ്റക്കാകുമ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബേജാറായിരിക്കും അല്ലേ. കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ. ഞാൻ അങ്ങനത്തെ ഷിബിലി മോന് 2 പാത്രങ്ങൾ കഴുകി വന്നപ്പോഴേക്കും അത് ചോദിക്കാൻ തോന്നുന്നു, ചൂടോടെ ചൂടോടുമ്പോൾ തരുമ്പോൾ എന്നുള്ള ചോദ്യമാണ് കേട്ടോ അത്. അങ്ങനെ അവന് ചമ്മന്തിയും വെച്ചുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടമ്മച്ചി എന്ന് പറയുന്നുണ്ട്. അതുണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ കണ്ടില്ല നിങ്ങൾ, മോലേരുട്ടി വന്നിട്ട് അസർ നിസ്കാരം കഴിഞ്ഞ് ആ സ്പോട്ടിൽ വരും കേട്ടോ. ചായക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുമല്ല, അപ്പോൾ പിന്നെ കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. അങ്ങനത്തെ മോലേരുട്ടിയും വന്നു. അപ്പോഴും ഇല്ല കേട്ടോ, ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരിക്കൽ ഉണ്ടാക്കാനും കൂടി ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷിബിലി മോനോട് പറഞ്ഞു, ഈ ഏതായാലും പോയിട്ട് സിറ്റ് ഔട്ട് പോയിട്ട് പാത്രമൊക്കെ വാങ്ങി ചായ എടുത്ത് വെച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് അതിന് പിന്നെ അവനാക്കിയിട്ട് എൻ്റെ കയ്യിൽ ഏതായാലും മാവുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ ഇട്ടെടുക്കാൻ നിൽക്കായിരുന്നു. അങ്ങനെ ഉസ്താദിനുള്ളത് ഞാൻ തന്നെ കേട്ടോ ആക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷിബിലി മോനെ എന്തൊക്കെയോ തമാശകളൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ ചായയും കടി ഇങ്ങനെയുണ്ടായിട്ട്. അപ്പോൾ ചിലവ് ഇപ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞു. രാത്രി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ അതുണ്ടായില്ല കേട്ടോ. ഉസ്താദിന് മൗലൂദുള്ളത് കൊണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചു. അതിന് ശേഷത്തെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെറിയൊരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പോരോ പാത്രങ്ങളുണ്ടാവില്ലേ. അതന്നെ കേട്ടോ ഇവിടെ സംഭവിച്ചാൽ ഞാൻ മാക്സിമം ആ സ്പോട്ടിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറാണ്. അങ്ങനെ റാഹത്തായി ഈ മാസത്തെ ചിലവും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.